സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള ഒരു ചേരിയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കേണ്ട ഏറ്റവും ആസന്നമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അതിന്റെ പ്രാധാന്യമൊക്കെ ഇവർക്കൊക്കെ അറിയാം. ആ പ്രാധാന്യത്തിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ നിരന്തരം ആക്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന്റെ മുൻപിൽ ആദ്യമേ വെക്കുകയാണ്. അപ്പൊ ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞു തോന്നിയാസം പറയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലങ്ങളായി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ തോന്നിയാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ച് വെക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ മര്യാദകളുടെ സീമകളും ലംഘിച്ചുകൊണ്ട് അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും അദ്ദേഹം പറയുന്നില്ല. രാഹുൽ ഗാന്ധി CAA പറയുന്നില്ല, രാഹുൽ ഗാന്ധി യൂണിഫോം സിവിൽ കോഡിൽ പറയുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അത് LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ വാദം